എല്ലാവർക്കും ഇടുന്ന നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ MCU മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇപ്പോൾ ഹോളിവുഡ് മൂവീസ് കാണാത്തവർക്ക് പോലും മാർവൽ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് ചെറിയ രീതിയിൽ ധാരണയെങ്കിലും ഉണ്ട്. ഇത്ര ലെവലിലേക്ക് റീച്ച് ആയ മാർവൽ യൂണിവേഴ്സിന് അടിത്തറ ഇട്ടത് ബേസ് ഇട്ടത് 2008 റിലീസ് ചെയ്ത അയൺമാൻ മൂവി തന്നെയാണ്. 2008 മുമ്പ് വരെയും മാർവൽ വന്നിട്ട് വളരെ മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ക്യാരക്ടേഴ്സ് മറ്റ് സ്റ്റുഡിയോസിലൊക്കെ വിൽക്കാനായിട്ട് തുടങ്ങിയിരുന്നു. അതായത് ഇപ്പം ഹൾക്കിന്റെ റൈറ്റ്സ് വന്നിട്ട് യൂണിവേഴ്സിന്റെ കയ്യിലേക്ക് കൊടുത്തു, പിന്നീട് സ്പൈഡർമാന്റെ റൈറ്റ്സ് വന്നിട്ട് സോണിയുടെ കയ്യിലേക്ക് കൊടുത്തു, പിന്നീട് എക്സ്മെൻ ക്യാരക്ടേഴ്സിന്റെ റൈറ്റ്സ് മുഴുവനും ഫോർ സ്റ്റുഡിയോസിന് കൊടുത്തു. എക്സ്മെൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 200 അധികം ക്യാരക്ടേഴ്സിലുണ്ട്. സോ അവരുടെ എല്ലാവരുടെ റൈറ്റ്സ് വന്നിട്ട് ഫോർ സ്റ്റുഡിയോസിന്റെ കയ്യിലേക്ക് കൊടുത്തായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഫോർ സ്റ്റുഡിയോസിന്റെ കയ്യിൽ നിന്ന് തിരിച്ച് മാർവലിന്റെ കയ്യിലേക്ക് തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട്, ഡിസ്നി ഫോഴ്സിനെ മേടിച്ചത് കൊണ്ട് തന്നെ. പക്ഷേ വിറ്റ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അസോസിയേറ്റ് പ്രൊഡ്യൂസറായിട്ടാണ് മാർവൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എടുത്ത ഒട്ടുമിക്ക സിനിമകളും ഫ്ലോപ്പായി പോയെന്ന് തന്നെ പറയണം. പിന്നീട് അവർ ഒറ്റയ്ക്ക് തന്നെ ഒരു യൂണിവേഴ്സ് തുടങ്ങാമെന്നുള്ള ഒരു കാര്യം തീരുമാനിച്ചു. ആ പ്ലാനാണ് അയൺമാൻ 1. അവർ കിട്ടി പോയപ്പോൾ എന്നുള്ളൊരു കണ്ടീഷനാണ് അയൺമാൻ 1 ഷൂട്ടിംഗ് തന്നെ തുടങ്ങിയത്. അതായത് ക്യാരക്ടേഴ്സിന് വിറ്റ് എടുത്ത പൈസ മുഴുവനായിട്ട് തന്നെ ഈ സിനിമയുടെ VFX എഫക്റ്റിനാണ് മുഴുവനായിട്ട് തന്നെ ചിലവായിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ചോദിക്കും അയൺമാൻ 1 എന്താണ് VFX എഫക്റ്റ് ഉള്ളത്? 2 റോബോട്ട്സ് ഉണ്ട്, പിന്നെ അയൺമാൻ ആണെങ്കിൽ സൂട്ടപ്പ് സീനും ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. അതിൽ എന്താ VFX എഫക്റ്റ് ഉള്ളത് നിങ്ങൾ ഇപ്പോൾ ചോദിക്കും. പക്ഷേ ആ സമയത്ത് അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. സോ അവർ ഉള്ള പൈസ മുഴുവനും ആ VFX എഫക്റ്റിന് ഇട്ടിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. സോ റിലീസ് ചെയ്യുന്ന സമയത്ത് വേറെ ലെവലിലേക്കാണ് ഹിറ്റ് ചെയ്തത്. RDJ പോലെ വേറെ ഒരാൾക്കും ഈ ഒരു അയൺമാൻ റോള് അഭിനയിച്ച് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ലെന്ന് ഒട്ടുമിക്ക പേരും പറയുന്നുമുണ്ട്. പിന്നീട് മാർവൽ ഫാൻസിൽ ചിലവരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് അയൺമാൻ കാരണമാണ് ഞാൻ മാർവൽ മൂവീസിനെ കാണാൻ തുടങ്ങിയതും ഇപ്പോഴും ഒട്ടുമിക്കവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും മാർവൽ യൂണിവേഴ്സ് അങ്ങ് വളരാനായിട്ട് തുടങ്ങി. ഇപ്പോൾ തന്നെ മൾട്ടിവേഴ്സിനെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നിട്ട് മാർവൽ സിനിമാറ്റിക് മൾട്ടിവേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്രയും ലെവലിലേക്ക് റീച്ച് ആയ അയൺമാൻ ക്യാരക്ടറിനെ കുറിച്ചിട്ട് MC നമ്മുടെ ഇതുവരെയും പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലേ ബോയ് ആണ്, റിച്ച് ആണ്, പിന്നീട് ഭയങ്കര ഇന്റലിജൻസ് ആണ്, ഒരുപാട് സൂട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് അവഞ്ചേഴ്സിൽ ആ ചിറ്റാരി ആർമീനെ കണ്ടതിന് ശേഷം അയൺമാൻ എൻ്റെ ഒരു മനസ്സിലൊരു തോന്നൽ തോന്നി. അതായത് നമ്മുടെ എർത്ത് ഒറ്റയ്ക്കല്ല, ഒരുപാട് ലോകം തന്നെ ഉണ്ട്. സോ ലോകത്ത് മുഴുവനും സൂട്ട് ഓഫ് ആർമേഴ്സ് ഈ ലോകത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് അയൺമാൻ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ വന്നിട്ട് അയൺമാൻ ജയിച്ചില്ല എന്ന് തന്നെ പറയണം. ചിലയിടത്ത് മാത്രമേ സൂട്ട് ഓഫ് ആർമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷേ എന്നാൽ ടോണി സ്റ്റാർക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചെറിയ ലോകത്ത് വന്നിട്ട് സൂട്ട് ഓഫ് ആർമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നെ പറയണം. അതായത് എൻ ഗെയിമിൽ ഈ ഒരു ഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അയൺമാൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് വന്നിട്ട് പെപ്പർ പോട്ട്സ് അയൺമാൻ എടുത്ത് വന്ന് നിൽക്കുന്നത്, അയൺമാൻ ഉണ്ടാക്കിയ ഒരു സൂട്ട് വിട്ടിട്ടാണ് വന്ന് നിൽക്കുന്നത്. പിന്നീട് സ്പൈഡർമാൻ അയൺമാൻ എടുത്ത് വന്ന് നിൽക്കുന്നത്, അയൺമാൻ ഉണ്ടാക്കിയ ഒരു സൂട്ട് ഇട്ടാണ് നിൽക്കുന്നത്. പിന്നീട് വാർ മെഷീനും അയൺമാൻ ഉണ്ടാക്കിയ സൂട്ടിട്ടാണ് അയൺമാൻ എടുത്ത് വന്ന് നിൽക്കുന്നത്. സോ അയൺമാൻ വന്നിട്ട് തൻ്റെ മനസ്സിനകത്തുള്ള ഈ ഒരു ചെറിയ ലോകത്തിൽ സൂട്ട് ഓഫ് ആർമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ ജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. ഇതൊക്കെയാണ് നമുക്ക് അയൺമാനെ കുറിച്ചിട്ട് അറിയാനുള്ളത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അയൺമാനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് കോമിക്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് അയൺമാൻ്റെ അറിയാത്ത കാര്യങ്ങൾ. മറക്കാതെ വീഡിയോ അവസാനം വരയ്ക്കും കാണുക. അയൺമാനെ ക്രിയേറ്റ് ചെയ്തത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി എന്ത് വിചാരിച്ചിട്ടാണ് അയൺമാനെ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഓഡിയൻസിന് ഒരിക്കലും ഈ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടാനേ പാടില്ല, ഞങ്ങൾ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് വേണം ഈ ക്യാരക്ടറിനെ ഓഡിയൻസ് ഇഷ്ടപ്പെടാനായിട്ടും. സോ അല്ലാതെ ഈ ഓഡിയൻസിന് ഒരിക്കലും ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടാനായിട്ട് പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാൻലി ഈ ക്യാരക്ടറിനെ റെഡിയാക്കിയിരിക്കുന്നത്. അതായത് ഭയങ്കര ഒരു പ്ലേ ബോയ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടും പിന്നീട് ഭയങ്കര ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടും നോളജ് മാത്രം വെച്ചിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അയൺമാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ സ്റ്റാൻലി ഓഡിയൻസിന് ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഓഡിയൻസിൽ എല്ലാവർക്കും തന്നെ അയൺമാൻ ഒരു ഫേവറേറ്റ് ക്യാരക്ടറായിട്ട് തന്നെ മാറി. പിന്നീട് അയൺമാൻ്റെ ആദ്യത്തെ അപ്പിയറൻസ് വന്നിട്ട് ടേൽസ് ഓഫ് സസ്പെൻസ് #39 ഇഷ്യൂവിലാണ് ആദ്യമായിട്ട് അപ്പിയർ ആയത്. സോ ആ ഒരു കോമിക് സീരീസിന് ആദ്യത്തെ അപ്പിയറൻസ് സ്റ്റാൻലിക്കാണ് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നത്. അതായത് സ്റ്റാൻലിയാണ് സ്റ്റോറി റെഡിയാക്കാനായിട്ട് ചാൻസ് കിട്ടിയിരുന്നത്. പക്ഷേ സ്റ്റാൻലിക്ക് ആ സമയത്ത് ടൈം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു റൈറ്റ്സ് എടുത്ത് നേരെ ജാക്ക് ഇറപ്പിക്ക് കൊണ്ടുപോയി കൊടുത്തു. സോ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അപ്പിയറൻസ് എഴുതിയും കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ ഒരു കാര്യം ഓർത്ത് നോക്കുക, വെറുതെ ആർക്കും ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് അയൺമാൻ. പക്ഷേ ഇവിടെ താണ്ട മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് അയൺമാൻ ആണ്. അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷേ അവർക്ക് തമ്മിൽ ചെറിയ രീതിയിലൊരു ഈഗോ ഉണ്ട്. ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലായാലും മാർവൽ കോമിക്സിലായാലും അയൺമാൻ ഒരുപാട് തവണ ക്യാപ്റ്റൻ അമേരിക്കയെ എതിർത്ത് നിന്നിട്ടുമുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക അയൺമാനെ എതിർത്ത് ഫൈറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മാർവൽ മൾട്ടിവേഴ്സിലാണെന്നുണ്ടെങ്കിൽ അയൺമാൻ ഒരു പെണ്ണായിട്ടാണ് ജനിക്കുന്നത്. ആ അയൺമാൻ്റെ പേരാണ് അയൺമാൻ അല്ല, അയൺ വുമന്റെ പേരാണ് നതാഷ സ്റ്റാർക്ക്. ഈ നതാഷ സ്റ്റാർക്ക് ആണെന്നുണ്ടെങ്കിൽ ക്രിസ് ഇവൻസിനാണ് കല്യാണം കഴിക്കുന്നത്. അതായത് ക്യാപ്റ്റൻ അമേരിക്കയാണ് ഹസ്ബൻഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഭയങ്കര സ്നേഹത്തിലാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ സിവിൽ വാർ ഇവന്റ് നടന്നിട്ടേ ഇല്ല. അയൺമാൻ ഇലുമിനാറ്റി ഗ്രൂപ്പിൽ ഒരു മെമ്പറായിട്ടും ഇരുന്നിട്ടുണ്ട്. സോ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അയൺമാന് സ്പേസ് ഇൻഫിനിറ്റി ജെം കിട്ടും. അതായത് ടെസ്റാറ്റ് പോലെ എന്ന് പറയാം. സോ ഈ ഒരു സാധനത്തിന് ഉപയോഗിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് തന്നെ ട്രാൻസ്പോർട്ട് ആകാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ ഒരു സ്ഥലത്തുള്ള എല്ലാ സാധനങ്ങളെയും മറ്റു സ്ഥലത്തേക്ക് മാറ്റാനായിട്ടും സാധിക്കും. ഒരു സ്ഥലത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അയൺമാൻ്റെ സൂട്ടുകളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI പ്രോഗ്രാം വന്നിട്ട് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ജാർവിസ് ഫ്രൈഡേ. സോ ഈ AI പ്രോഗ്രാമിനൊക്കെ വേറൊരു പവർ കൂടി കോമിക്സിലുണ്ട്. ആ പവർ കൊണ്ട് മൂവീസിലും കാണിച്ചായിരുന്നു സിവിൽ വാറിൽ. അതായത് എതിരെ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് അടിക്കാൻ പോകുന്നുള്ള ഒരു കാര്യം അടിക്കാൻ പോകുന്നതിന്
മുമ്പ് തന്നെ ടോണി സാറിന് എടുത്ത് പറഞ്ഞു കൊടുക്കും. സോ അതനുസരിച്ച് ടോണി സാർക്ക് അവനായിട്ടങ്ങ് അടിച്ച് മരത്തേയും കിടത്തും. സോ ഈ ഒരു പവർ വന്നിട്ട് ഈ ഒരു AI പ്രോഗ്രാമിനുണ്ട്. ഇത് വന്നിട്ട് സിവിൽ വാറിൽ ക്യാപ്റ്റൻ അമേരിക്ക അയൺമാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തത് എവിടെയാണ് എങ്ങനെയാണ് അടിക്കാൻ പോകുന്നുള്ളൊരു കാര്യം ജാർവിസ് അയൺമാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അയൺമാൻ ആണെങ്കിൽ തിരിച്ചടിക്കുകയും ചെയ്യും. ഇത് മൂവി സൈഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് റൂമർ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അയൺമാൻ ആണെങ്കിൽ ടാസ്ക് മാസ്റ്ററിന്റെ ടെക്ക് ആണ് ഈ സൂട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ടാസ്ക് മാസ്റ്റർ ഒരു പവർ ഉണ്ട്, അതായത് എതിരെ നിൽക്കുന്ന ആളുടെ ആക്ഷൻ മൂവ്സ് ഒക്കെ കോപ്പി ചെയ്തിട്ട് അതേ ആക്ഷൻ മൂവ്സ് ഉപയോഗിച്ചിട്ട് അവനെ തന്നെ ഇട്ടങ്ങ് അടിക്കാനായിട്ടുള്ള ഒരു പവർ ടാസ്ക് മാസ്റ്ററിന്റെ കയ്യിലുണ്ട്. സോ മേ ബി അയൺമാൻ വന്നിട്ട് ടാസ്ക് മാസ്റ്ററിനെ മീറ്റ് ചെയ്ത് കാണാം. അത് ബ്ലാക്ക് വിഡോ റിലീസ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. കാരണം ബ്ലാക്ക് വിഡോയിൽ ടാസ്ക് മാസ്റ്ററിനെ കാണിക്കുന്നുണ്ട്, അതേ സമയത്തിന് RDJയും കാണിക്കുന്നുണ്ട്. സോ മേ ബി മിക്കവാറും അയൺമാൻ ടാസ്ക് മാസ്റ്ററിനെ മീറ്റ് ചെയ്തിട്ട് ഈ ഒരു ടെക്ക് അദ്ദേഹത്തിന്റെ സൂട്ടിൽ ഉപയോഗിച്ചതായിരിക്കുമോ? ആയിരിക്കും. ഇപ്പൊ ബ്ലാക്ക് വിഡോ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതിനായിരുന്നു. വെയിറ്റ് ചെയ്യാം, അടുത്ത വർഷം മെയ്. ഇനിയും കിടക്കുന്ന 6 മാസം. ഒരു സമയത്ത് കോമിക് സൈഡിൽ ഈ സൂപ്പർ ഹീറോസിന്റെ ഇൻഫർമേഷൻ ഒക്കെ വില്ലന്മാരുടെ കയ്യിൽ കിട്ടാതിരിക്കാനായിട്ട് അയൺമാൻ ആണെങ്കിൽ തന്റെ മൈൻഡിനകത്തുള്ള സൂപ്പർ ഹീറോസിന്റെ ഇൻഫർമേഷൻ എല്ലാം തന്നെ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് വൈപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഐഡിയാസും നോളജും കൂടി എല്ലാം തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് അതങ്ങ് റീഗെയിൻ ചെയ്ത് വന്നു കുഴപ്പമില്ലാതെ. കോമിക്സിൽ അയൺമാന്റെ സാധാരണ സൂട്ട് ഫുൾ പവറിൽ ഇരിക്കുന്ന സമയത്ത് 100 ടൺസ് വെയിറ്റ് പൊക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അതേ സമയത്ത് തന്നെ ഹൾക്ക് ബസ്റ്റർ ഇരിക്കുന്ന സമയത്ത് ഹൾക്ക് ബസ്റ്ററിന്റെ ഫുൾ പവർ ഫോമിൽ വന്നിട്ട് 175 ടൺസ് വെയിറ്റ് പൊക്കാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോമിക് സൈഡിൽ ടോണി സ്റ്റാർക്കാണെങ്കിൽ റീറി വില്യംസ് എന്ന് പറയുന്ന ഒരു 15 വയസ്സ് പെണ്ണിനാണെങ്കിൽ ഒരു സൂട്ട് അങ്ങ് എടുത്ത് കൊടുത്തു. പിന്നീട് അയൺ ഹാർട്ടായിട്ട് മാറ്റുകയും ചെയ്തു. ആ അയൺ ഹാർട്ടിന് AI ആയിട്ടുള്ളത് ജാർവിസിനെ പോലെ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അയൺമാൻ തന്നെയാണ്. സോ അയൺമാന്റെ വോയിസ് ആണ് AI ആയിട്ടുള്ളത്. ചിലപ്പം അയൺ ഹാർട്ടിനെ ഫ്യൂച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും AIയുടെ രൂപത്തിൽ ടോണി സ്റ്റാർക്കിന്റെ വോയിസ്, അതായത് RDJയുടെ വോയിസ് നമ്മൾ വീണ്ടും കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നീട് കോമിക് സൈഡിൽ ഹോളോഗ്രാം വെർഷൻ ടോണി സ്റ്റാർക്കിലും കാണിച്ചിട്ടുണ്ട്. അതായത് ഹോളോഗ്രാം പോലെ ആയിരിക്കും ടോണി സ്റ്റാർക്ക് ഉള്ളത്. പക്ഷേ ടോണി സ്റ്റാർക്കിന്റെ എല്ലാ ഫംഗ്ഷൻസും ആ ഹോളോഗ്രാമും ചെയ്യുകയും ചെയ്യും. അതായത് സൂട്ട് ഉണ്ടാക്കുന്നതും പിന്നീട് രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആകുന്നതും. സോ അങ്ങനത്തെ എല്ലാ ഫംഗ്ഷൻസും ഈ ഹോളോഗ്രാം ചെയ്യും. പക്ഷേ മൂവി സൈഡിൽ ഈ ഹോളോഗ്രാമിനെ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അത് എവിടെയെന്ന് വെച്ചാൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ അവസാനം ടോണി സ്റ്റാർക്ക് മരിച്ചതിനൊക്കെ ശേഷം, മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വന്നിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ മോർഗൻ സ്റ്റാർക്കിൻ്റെ ഒരു റെക്കോർഡ് വീഡിയോ. പക്ഷേ അത് മരിച്ചതിന് ശേഷമാണ് കാണിക്കുന്നത്. സോ റെക്കോർഡ് വീഡിയോയിൽ വന്നിട്ട് ടോണി സ്റ്റാർക്ക് ആണെങ്കിൽ അവസാനം I love you 3000 എന്ന് പറഞ്ഞിട്ട് മോർഗൻ സ്റ്റാർക്ക് ഇരിക്കുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് വന്നങ്ങ് പറയും. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് വന്ന് പറയുന്നത്? ഇത് റെക്കോർഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ടോണി സ്റ്റാർക്ക് മോർഗൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ മോർഗനെ നോക്കി തന്നെ I love you 3000 എന്നങ്ങ് പറയും? സോ മേ ബി ഇത് വന്നിട്ട് ഹോളോഗ്രാം വെർഷൻ ആയിരിക്കും. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം പറഞ്ഞതാണ്. മേ ബി അല്ലാതെയും ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ഹോളോഗ്രാം വെർഷൻ ആണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആയിരിക്കും. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് വീണ്ടും RDJ അയൺമാനായിട്ട് കാണാമല്ലോ. അയൺമാന് വേറൊരു സ്പെഷ്യൽ സൂട്ട് ഉണ്ട്, ആർമർ 15 ഒപ്റ്റിമസ് സ്റ്റാർക്ക് എന്ന് പറഞ്ഞിട്ട്. സോ പേര് വെച്ചാൽ മിക്കവരും കണ്ടുപിടിച്ചാണ് ട്രാൻസ്ഫോമേഴ്സിലെ ഒപ്റ്റിമസ് പ്രൈമിനെ പോലെയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് കാറായിട്ട് മാറാനും സാധിക്കും, അതേപോലെ തന്നെ ഒരു റോബോട്ടിനെ പോലെ മാറാനായിട്ടും സാധിക്കും. സോ അങ്ങനത്തെ ഒരു സൂട്ടിനും കോമിക് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് അക്യു സൂട്ട് എന്ന് പറഞ്ഞൊരു സൂട്ടും കൂടിയുണ്ട്. പേര് വെച്ചാൽ മിക്കവരും കണ്ടുപിടിച്ചാണ്. വെള്ളത്തിൽ പോകാനായിട്ടാണ് മോസ്റ്റ്ലി ടോണി സ്റ്റാർക്ക് ഈ ഒരു സൂട്ട് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ നീന്താനായിട്ടൊക്കെ സാധിക്കും. അക്യുമാനും നെയ്മറൊക്കെ എങ്ങനെയാണ് നീന്തുന്നത് അതേപോലെ തന്നെ ഈ സൂട്ട് ഉപയോഗിച്ചിട്ട് അയൺമാനെ നീന്താനായിട്ടും സാധിക്കും. ഒരു സമയത്ത് അയൺമാനും മാഗ്നറ്റ് തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. അയൺമാൻ ആണ് ഈ ബ്ലീഡിംഗ് എഡ്ജ് സൂട്ട് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ബ്ലീഡിംഗ് എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റി വാർ കണ്ടില്ല, നാനോ ടെക്ക്. സോ അതേപോലെ തന്നെയാണ്. പക്ഷേ ഈ നാനോ പാർട്ടിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയൺമാൻ്റെ ബ്ലഡിൻ്റെ അകത്ത് തന്നെ കാണും. അത് സ്കിന്ന് വഴിയായിരിക്കും വരുന്നത്. സ്കിന്നിലുള്ള ഓരോ ആ ഹോള് വഴിയായിട്ടായിരിക്കും ഈ നാനോ പാർട്ടിക്കിൾസ് വരുന്നത്. ബ്ലഡ് ഷോട്ടിനെ പോലെ എന്ന് പറയാം. സോ ഈ ഒരു സൂട്ട് വേണ്ടിയിട്ട് മാഗ്നറ്റ് അടിക്കാൻ പോകുന്ന സമയത്ത് ഈ ലോകത്തുള്ള എല്ലാ മാഗ്നറ്റിക് ഫീൽഡും തന്റെ ദേഹത്തിലേക്ക് അങ്ങ് വലിച്ചങ്ങ് വെച്ചിട്ട് മാഗ്നറ്റ് തിരിച്ചങ്ങ് അടിച്ചിരിക്കുകയാണ്. ഒരു സമയത്ത് കോമിക് സൈഡിലാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കും. ആ സമയത്ത് അയൺമാന്റെ സ്വഭാവത്തിൽ ഭയങ്കര വ്യത്യാസമാകും. അയൺമാൻ ഒരു വില്ലനായിട്ട് തന്നെ മാറും. സുപ്പീരിയർ അയൺമാൻ കോമിക് സീരീസ്. സോ എത്ര പേര് ആ ഒരു കോമിക് സീരീസ് വായിച്ചിട്ടുണ്ട് മറക്കത്തര കമ്പനി പിറകെ കിടിലാണ് ആ ഒരു കോമിക് സീരീസ്. സോ ആ ഒരു കോമിക് സീരീസിൽ അയൺമാൻ ആണെങ്കിൽ എൻഡോസിം ആർമർ എന്ന് പറഞ്ഞിട്ട് ഒരു ആർമർ അങ്ങ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. അയൺമാൻ വന്നിട്ട് ഇപ്പോൾ ഒരു വില്ലനാണ്. സോ വില്ലനായിട്ടുള്ള അയൺമാൻ ആണെങ്കിൽ ഈ ഒരു ആർമർ ക്രിയേറ്റ് ചെയ്യും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആർമറാണ്. ബ്ലീഡിംഗ് എഡ്ജിന് ഈക്വൽ ആയിട്ട് തന്നെ പവർ ഉണ്ടെന്ന് പറയാം. ഈ ഒരു ആർമറിനെ ടോണി സ്റ്റാർക്ക് റെഡിയാക്കിയിരിക്കുന്നത് സിംബിയോട്ടിന്റെ ബയോളജി യൂസ് ചെയ്തിട്ടും അതിനോടൊപ്പം തന്നെ സ്മാർട്ട് ലിക്വിഡ് മെറ്റലും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആർമറിനെ റെഡിയാക്കിയിരിക്കുന്നത്. സോ ഇത് വന്നിട്ട് എപ്പോഴും ലിക്വിഡ് ഫോമിലൊക്കെ ഇരിക്കാനായിട്ടും പറ്റും. അതായത് അയൺമാൻ വന്നിട്ട് എപ്പോഴൊക്കെയാണ് ഈ ഒരു സൂട്ട് ഒളിപ്പിച്ച് വെക്കണമെന്ന് വിചാരിക്കുന്നത്. സോ തന്റെ ശരീരത്തിനകത്ത് തന്നെ ലിക്വിഡ് ഫോമിൽ ഈ ഒരു സൂട്ടിനെ ഒളിപ്പിച്ച് വെക്കാനായിട്ടും സാധിക്കും. പിന്നീട് ഈ ഒരു സൂട്ടിന് ഫീലിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്, ജീവനുണ്ട്. അതായത് അയൺമാന്റെ മനസ്സുമായിട്ട് നല്ല രീതിയിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. പിന്നീട് അയൺമാൻ ആണെങ്കിൽ ക്രോസ് ഓവർ കോമിക് സീരീസിൽ ഗ്രീൻ ലാറ്റനുമായിട്ട് മെർജ് ആയിട്ടുണ്ട്. അതിനുശേഷം അയൺമാനെ വിളിക്കുന്നത് അയൺ ലാറ്റ് എന്നാണ്. അതിൽ വന്നിട്ട് അയൺമാന്റെ സൂട്ട് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാറ്റിൻ ലൈക്ക് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. സോ ചാർജ് ചെയ്യുന്ന സമയത്ത് അയൺമാൻ്റെ സൂട്ട് തന്നെ മുഴുവനായിട്ട് പവർ അങ്ങ് ബൂസ്റ്റപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ടൈം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും, പിന്നെ എനർജി പ്രൊജക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും, പിന്നീട് സ്പീഡ് കൂടും, പിന്നെ ഹ്യൂമൻ സ്ട്രെങ്ത് കൂടും. അങ്ങനെ പവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അടുത്തത് കോമിക് സൈഡിൽ അയൺമാൻ ആണെങ്കിൽ ഡൈങ് സ്റ്റാറിൽ നിന്ന് വരുന്ന ഒരു മെറ്റൽ യൂസ് ചെയ്തിട്ട് ഒരു സൂട്ട് അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. ആ സൂട്ടിന്റെ പേരാണ് അയൺ ഡിസ്ട്രോയർ. സോ ആ സൂട്ട് ഞാൻ മിക്കവാറും എൻ ഗെയിമിൽ കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ എൻ ഗെയിമിൽ കാണിച്ചില്ല. കോമിക് സൈഡിൽ അയൺമാൻ ആണെങ്കിൽ
ആണെങ്കിൽ ഭയങ്കര ഡ്രഗ് അഡിക്റ്റഡ് ആണ്, ഭയങ്കര ഡ്രഗ് അഡിക്റ്റഡ് ആണ്. അതായത് 2 കൺട്രീസ് മൂവിയിൽ മമത മോഹൻദാസിന്റെ ക്യാരക്ടറിൽ സോ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് അയൺമാൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻലി അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അയൺമാനെ, അതായത് എല്ലാവരും വെറുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡ്രഗ് അഡിക്റ്ററും അതിലൊരു ഭാഗമാണ്. പക്ഷേ മൂവി സൈഡിൽ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചിട്ടുണ്ട്, കുറച്ചില്ല, ഒരുപാട് തന്നെ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഡിസ്നിയാണ്. സോ ഡിസ്നിയുടെ മൂവീസൊക്കെ ഒരുപാട് കിഡ്സ് ഒക്കെ കാണും. സോ കുട്ടികളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് ആ ഒരു കാര്യത്തിന് കുറച്ചിട്ടുണ്ട്. കോമിക് സൈഡിൽ പെപ്പർ പോട്ട്സിന് ഒരു പ്രാവശ്യം ഹാർട്ട് പ്രോബ്ലം വരും, ഹാർട്ട് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആകും. ആ സമയത്ത് ടോണി സ്റ്റാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് റിയാക്ടർ ആണെന്നുണ്ടെങ്കിൽ പെപ്പർ പോട്ട്സിന്റെ കയ്യിലേക്ക് കൊടുക്കും. അതായത് ആർക്ക് റിയാക്ടർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു റിയാക്ടറാണ്. സോ ഈ ഒരു റിയാക്ടറിനെ ബേസ് ചെയ്തിട്ട് ഒരു സൂട്ടും കൂടി പെപ്പർ പോട്ട്സിന്റെ കയ്യിലേക്ക് നമ്മൾ ടോണി സ്റ്റാർക്ക് കൊടുത്തിട്ടുമുണ്ട്. നമ്മളെപ്പോഴും അയൺമാനെ DC-യുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കും ബാറ്റ്മാൻ. കാരണം രണ്ടുപേരും തന്നെ ടെക്നോളജിയും അവരുടെ ഐഡിയയും വെച്ചിട്ടാണ് ഓരോ സൂപ്പർ ഹീറോസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അയൺമാനും ബ്രൂസ് വെയിനും തമ്മിൽ ആരാണ് ഏറ്റവും കൂടുതൽ പണക്കാരൻ എന്ന് ചോദിച്ചാൽ അവിടെ അയൺമാൻ ആണ്. കാരണം അയൺമാന്റെ കയ്യിൽ ബ്രൂസ് വെയിൻ ഉള്ളതിനെക്കാട്ടിലും 2.4 ബില്യൺ അധികമായിട്ടുണ്ട്. ഇത് കൺഫേം ചെയ്തൊരു കാര്യം കൂടിയാണ്. അയൺമാന്റെ സൂട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ അയൺമാന്റെ സൂട്ട് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര അളവ് പവർ വേണമെന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് മാർവൽസിനടുത്ത് ചോദിച്ചായിരുന്നു. സോ മാർവൽസ് കൊടുത്ത മറുപടി ഇതാണ്: ന്യൂക്ലിയർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെക്കാട്ടിലും ഇരട്ടി പവർ ഈ ഒരു സൂട്ടിന് വേണ്ടി വരും, ഇല്ലെങ്കിൽ അതേപോലത്തെ പവർ വേണ്ടി വരും എന്നാണ്. ഇത് വന്നിട്ട് ചുമ്മാ കളിക്ക് പറഞ്ഞതായിരിക്കാം, പക്ഷേ എന്തായാലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നീട് കോമിക് സൈഡിലാണെന്നുണ്ടെങ്കിൽ അയൺമാന്റെ ക്യാരക്ടർ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് ഗേൾസിന്റെ സൈഡിലായിട്ടാണ്. അതായത് മാർവൽ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഫാൻസ് ഇമെയിലൊക്കെ ഗേൾസ് സൈഡിൽ നിന്നിട്ട് ടോണി സ്റ്റാർക്കിനാണ് ഒരുപാട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയൊരു കോയിൻസിഡൻസ് ഉണ്ട്. അതായത് അയൺമാന്റെ കോമിക് സീരീസ് ആദ്യമായിട്ട് റിലീസ് ചെയ്തത് 1963 നമ്മുടെ RDJ ജനിച്ചത് 1965 പിന്നീട് അയൺമാന്റെ കോമിക് സീരീസിൽ സോളോ പെർഫോമൻസ് ആയിട്ട് അയൺമാനെ കാണിച്ചിട്ടുള്ളത് 1968 സോ 3യും 5 ആഡ് ചെയ്താൽ 8 വരുന്നുണ്ട്. മിക്കവാറും ഇതൊരു ചെറിയൊരു കോയിൻസിഡൻസ് ആണ്, പക്ഷെ അത് എങ്ങനെ വന്നത് സത്യമായിട്ട് അറിയിടാം, എങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അയൺമാനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്. സോ ഇതിൽ ഏതൊക്കെ സിനിമയിൽ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഹോളോഗ്രാമും പിന്നീട് അയൺ ഹാർട്ടും വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ടെന്ന് തന്നെ തോന്നുന്നു. അയൺ ഹാർട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് നമ്മൾ ടോണി സ്റ്റാർക്ക് ആയിരിക്കും പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റോബർട്ട് ഡൗണി ജൂനിയറിന്റെ വോയിസ് ആയിരിക്കും നമ്മൾ വീണ്ടും കേൾക്കാനായിട്ട് പോകുന്നത്. വോയിസ് എങ്കിലും കേട്ടാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ടോണി സ്റ്റാർക്ക്, അതായത് അയൺമാൻ വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മൾട്ടിവേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടല്ലേ മാർവൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മേ ബി നമുക്ക് അയൺമാൻ ഇനിയും പ്രതീക്ഷിക്കാം. സോ നിങ്ങളിൽ എത്ര പേരാണ് അയൺമാൻ ഫാൻസ് മറക്കാത്ത കമന്റിൽ പറയുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തതിന് എൻകറേജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൽ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കമന്റിൽ പറയുക. ബാക്കിയുള്ള നാട്ടിൽ കണ്ടിട്ട് സച്ചിന് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.